നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് എക്സ്പോസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ നല്ലൊരു മഴക്കാലമാണ്. ഈ സമയത്തുണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നമാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച് അതുപോലെയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് പുറത്ത് കൊണ്ടുപോകുമ്പോൾ വെള്ളം നനയുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ വീഴുകയോ അതുമല്ലെങ്കിൽ ഈർപ്പം കയറുകയോ ചെയ്യുന്ന ഒരവസ്ഥ പലർക്കും ഉണ്ടാവാറുണ്ട്. ഈ സമയത്ത് എല്ലാവരും ചെയ്യുന്നത് സാധാരണ ഇത് ഷോപ്പിൽ കൊടുക്കും. ഈ ഷോപ്പുകാരിത് ഹീറ്റർ ഉപയോഗിച്ച് അതിനുള്ളിലെ വെള്ളവും ഈർപ്പവും കളയുകയാണ് പതിവ്. പക്ഷേ നിങ്ങളുടെ ഫോൺ വാട്ടർ ഡാമേജ് ആവുന്നത് രാത്രി കാലങ്ങളിലാണെങ്കിൽ മൊബൈൽ ഷോപ്പില്ല, അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച ആണെങ്കിലും അപ്പോഴും മൊബൈൽ ഷോപ്പില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടിപ്പ് അതാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് രണ്ട് ഫോണുണ്ട്. അതായത് പഴയകാല മോഡൽ ഫോണായ നമുക്ക് ഈ ബാക്ക് കേസ് റിമൂവ് ചെയ്യാൻ പറ്റിയ ഫോൺ, പിന്നെ പുതിയ മോഡൽസ് വരുന്നത് നോൺ റിമൂവബിൾ ആയിട്ടുള്ള ഫോൺസാണ്. ഇതെങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിലുള്ളത് ബാക്ക് കേസ് റിമൂവബിൾ ഫോൺ ആണെങ്കിൽ ആദ്യം തന്നെ അത് പവർ ഓഫ് ചെയ്യുക. എന്തെങ്കിലും വെള്ളം തട്ടിയ അവസ്ഥ വരികയാണെങ്കിലോ അല്ലെങ്കിൽ വെള്ളം കയറുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് പവർ ഓഫ് ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. ശേഷം ഇതിൻ്റെ ബാക്ക് കേസ് റിമൂവ് ചെയ്ത് ബാറ്ററി റിമൂവ് ചെയ്യുക. പിന്നെ ഇതിൽ വെള്ളമുണ്ടെങ്കിൽ നമ്മൾ അത് ചെറിയ നല്ല ക്ലോത്ത് എടുത്ത് തുടച്ച് വൃത്തിയാക്കുക. ഇപ്പോൾ ഞാനിത് ഡെമോൺസ്ട്രേഷനാണ്, ഇതിൽ വെള്ളമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ വിസിബിൾ ആയിട്ടുള്ള ഭാഗങ്ങളിലെ വെള്ളങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. പിന്നെ ഈ ഹെഡ്ഫോൺ, ഈ പോർട്ടുകളൊക്കെ നമ്മൾ കറക്റ്റ് ക്ലീൻ ചെയ്യണം. അതിന് നമുക്ക് ഈ കോട്ടൺ സ്വാബ്, അതായത് ഇയർബഡ്, അത് ഉപയോഗിച്ച് എല്ലാം ക്ലീൻ ചെയ്യാം. അതുപോലെ മാക്സിമം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുക. അതായത് SD കാർഡ് സ്ലോട്ട്, ഇവിടെ USB ഉണ്ട്, എല്ലാം ക്ലീൻ ചെയ്യാം. നിങ്ങൾക്ക് ഫോൺ അഴിക്കാൻ പറ്റുമെന്ന് അത്ര ഉറപ്പാണെങ്കിൽ, വാറണ്ടി ഇല്ലാത്ത ഫോണാണെങ്കിൽ, നിങ്ങളതിൽ എക്സ്പെർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ആ മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ നോൺ റിമൂവബിൾ ആയിട്ടുള്ള ഫോണിനും അല്ലെങ്കിൽ എന്തെങ്കിലും വാറണ്ടി ഉള്ള ഫോണിനും ചെയ്യാൻ പറ്റുന്ന ചെറിയ ടിപ്പാണ്. ഇത് പണ്ട് മുതൽ എല്ലാവർക്കും അറിയുന്ന ടിപ്പായിരിക്കും, എങ്കിലും ചിലർക്ക് അറിയാത്തതായിട്ടുണ്ട്. ഇനി ഇത് നോൺ റിമൂവബിൾ ആയിട്ടുള്ളൊരു ഫോണാണെങ്കിൽ നോക്കുക, ഇതിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു പാർട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ട്രേ, ഇത് നമ്മൾ ഊരി മാറ്റുക. ശേഷം ഇതിനും ഇതേ പറഞ്ഞ പോലെ ഈ കോട്ടൺ സ്വാബ് ഉപയോഗിച്ച് ഈ പോർട്ടുകളും ഈ ഹെഡ്ഫോൺ ജാക്കൊക്കെ ക്ലീൻ ചെയ്യാം. നമുക്ക് മാക്സിമം തുടച്ച് കളയാൻ പറ്റുന്ന രീതിയിലൊക്കെ വെള്ളം ക്ലീൻ ചെയ്യാം. പിന്നെ ശേഷം ഈ ഹോൾ, ഈ സിം കാർഡ് ഇടുന്ന ഈ പാർട്ടിലൂടെ നമുക്ക് ഇങ്ങനെ തട്ടി ഇതിലെ വെള്ളം മാക്സിമം എടുത്ത് കളയാം. മാക്സിമം നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സ്, നല്ല എയർ ടൈറ്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റിയ ഒരു ബോക്സ്. ഇതിപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനത്തെ ബോക്സ് പലരുടെയും കയ്യിലുണ്ടായിരിക്കും. പക്ഷേ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് എയർ ടൈറ്റ് അല്ല. ഈ ഗ്യാപ്പിലൂടെ നമുക്ക് എയർ കയറും. നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സാണ് വേണ്ടത്. അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ട് ബോക്സ് ഇല്ലെങ്കിൽ ഇതുപോലുള്ളൊരു കവർ, എയർ ടൈറ്റ് സീലിങ്ങിനായിട്ടുള്ള കവർ, ഇങ്ങനത്തെ ഒരു കവറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബോക്സോ. ഞാൻ തൽക്കാലം ഇവിടെ ബോക്സാണ് കാണിക്കുന്നത്. പിന്നെ ശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ സാധാരണഗതിയിലുള്ള പച്ചരി. ഈ പച്ചരി തന്നെ ഉപയോഗിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കാൻ പച്ചരിയാണ് ബെറ്റർ. അത് ശ്രദ്ധിച്ചാൽ അറിയാം, പെട്ടെന്ന് വെള്ളത്തിലിട്ടാൽ കുതിരുന്നത് പച്ചരിയാണ്. അതുകൊണ്ടാണ് പച്ചരി സജസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ അരി കുറച്ച് ഈ പാത്രത്തിലിടുക. ശേഷം നമ്മൾ ഈ ഫോണ് ഇതിൽ മെല്ലെ വെക്കുക. പിന്നെ ഈ ഫോൺ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മുഴുവനായിട്ടും ഈ പച്ചരി ഇട്ട് കൊടുക്കുക. അതുപോലെ ഷെയ്ക്ക് ചെയ്യുക. ഇങ്ങനെ ഇപ്പോൾ ഫോൺ ഫുള്ളായി പച്ചരിയിൽ കവറായിട്ടുണ്ട്. അങ്ങനെ ഫോൺ ഫുള്ളായിട്ട് പച്ചരിയിൽ കവർ ചെയ്തതിന് ശേഷം ഇത് അടച്ച്, നല്ല എയർ ടൈറ്റായി അടച്ച് ഒരു 12 മണിക്കൂർ, മാക്സിമം ഒരു 24, ഒരു ദിവസം വരെ നമ്മളിങ്ങനെ വെക്കേണ്ടി വരും. അങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഇതിൽ വെച്ച് ഒരു ദിവസം അല്ലെങ്കിൽ 12 മണിക്കൂർ മുതൽ ഒരു ദിവസം വരെ നമ്മുടെ ഫോൺ നനഞ്ഞ ഇതിനനുസരിച്ച് ഇത്രയും വെച്ചിട്ട് നമ്മൾ പിന്നീട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിലെ അധികം ജലാംശവും ഈ പച്ചരി വലിച്ചെടുത്തിട്ടുണ്ടാവും. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഈ പച്ചരി വെള്ളം വലിച്ചെടുക്കാൻ കുറച്ച് സ്ലോ ആണ്. അപ്പോൾ അതിനായിട്ടുള്ള വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് സിലിക്ക ജെൽ കിട്ടും. അത്തരത്തിൽ സിലിക്ക ജെൽ കിട്ടുകയാണെങ്കിൽ ആ സിലിക്ക ജെൽ ഈ പച്ചരിക്ക് പകരം നമുക്ക് ആ സിലിക്ക ജെൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് വെള്ളം റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. കാരണം എല്ലാവരുടെ വീട്ടിലും പച്ചരി സാധാരണ ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയ ടിപ്പാണ് ഇത്. 100% വർക്കാകുമെന്നല്ല, നമുക്ക് പെട്ടെന്ന് ഉടനടി ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത് കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള നല്ല ടിപ്സും റിവ്യൂസും കിട്ടുന്നതിനായി എൻ്റെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.